ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റൂം പ്രശ്നത്തിൽ ഭയങ്കര തർക്കം ആ ഒരു വീട്ടിൽ നടക്കുകയാണ്. അപ്പോഴേക്കും രേവതിയെ പുറത്താക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അപ്പോൾ ആ വലിച്ചിങ്ങനെ പുറത്തിറക്കുന്ന ആ ഒരു രംഗം സച്ചി കണ്ടുകൊണ്ട് വരികയാണ്. സച്ചിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു ഷോക്കും തോന്നുകയാണ്. കാരണം പനിച്ച് വിറച്ച് കിടക്കുന്ന തൻ്റെ ഭാര്യയെ ആ റൂമിൽ ഉറങ്ങാൻ പോലും അനുവാദിക്കാതെ അമ്മായിയമ്മ വലിച്ചിറക്കി പുറത്തേക്ക് എറിയുന്നു. ആ ഒരു രംഗം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ സച്ചി എടുത്ത് വായിക്ക് നേരെ ചന്ദ്രയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. നിങ്ങളൊരു സ്ത്രീയാണോ? നിങ്ങളെ ഞാൻ എന്താ വിളിക്കേണ്ടതെന്ന് അറിയാവോ? ദേ എൻ്റെ അമ്മയായി പോയി. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ദേ ഇതായിരിക്കില്ല എൻ്റെ പ്രതികരണം. നിങ്ങൾക്ക് അറിയാലോ ഈ സച്ചി ആരാണെന്ന്. അവൾക്ക് സുഖമില്ലാതെയാണ് ആ റൂമിൽ കിടന്നത്. എന്നിട്ട് ഞാൻ വന്നപ്പോൾ കണ്ട കാഴ്ച അവളെ വലിച്ച് പുറത്തിറക്കുന്നു അല്ലേ? നിങ്ങളെയൊക്കെ സ്ത്രീ എന്ന പേരിട്ട് വിളിക്കാവോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ ഒടുക്കത്തൊരു ഡയലോഗാണ്. അപ്പോഴാണ് രവി അങ്ങോട്ട് വരുന്നത്. രവിയെ ചോദിക്കണം, എന്തിവിടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴേക്കും, അച്ഛാ ഇതേ അച്ഛാ, രേവതിക്ക് സുഖമില്ല അച്ഛാ. രേവതി ആ റൂമിൽ കിടന്നു കഴിഞ്ഞപ്പോഴേക്കും ആ റൂമിൽ നിന്ന് വലിച്ചിറക്കുകയായിരുന്നു അമ്മ. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞാനതിന് സോൾവും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയത്. രേവതി അവിടെ കിടന്നോട്ടെ, അവളെ ശല്യപ്പെടുത്തണ്ട, അവൾക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ അവൾ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ അവിടെ നിന്ന് പോയത്. പിന്നെന്താ കൂടുതൽ പ്രശ്നമായത്? അതെ അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും രേവതിയുള്ള അരിശം തുടങ്ങി. രേവതി അടിച്ച് പുറത്താക്കി അവര്. അച്ഛാ, രേവതിക്ക് സുഖമില്ലാന്ന് പറഞ്ഞപ്പോഴേക്കും മരുന്ന് മേടിക്കാനാണ് ഞാൻ പോയത്. സുഖമില്ലെങ്കിൽ ആശുപത്രി കൊണ്ടുവരുന്നില്ലേ? അച്ഛാ, ആശുപത്രി കൊണ്ടുപോകാന്നൊക്കെ അവളോട് പറഞ്ഞതാ, പക്ഷെ സമ്മതിക്കുന്നുണ്ടോ? അതുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു മരുന്ന് മേടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചുകൊണ്ടാ ഞാൻ പോയത്. നോക്ക്, ഇത് മരുന്ന് മുഴുവനും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവിക്കും ആകെ സങ്കടം തോന്നുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയൊക്കെ പറയുകയാണ്, ഏതായാലും ഞങ്ങൾക്ക് ആ റൂമിൽ കിടക്കണം. ആ റൂമിൽ കിടക്കാതിരിക്കാനൊന്നും പറ്റുന്നില്ല. ആര് പറഞ്ഞു? ഒരാഴ്ച ഞങ്ങൾക്ക് തന്ന റൂമാണ്. അപ്പോൾ അവിടെ ഏത് സമയത്ത് കിടക്കണം, എങ്ങനെ കിടക്കണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, അല്ലാതെ നിങ്ങളല്ല തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും വർഷിക്കും അതേപോലെ തന്നെ ശ്രീകാന്തിനേക്ക് ഇത് വല്ലാത്തൊരു സങ്കടം തോന്നി. കാരണം പാവം രേവതി ആകെ വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്ര, നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? രവിയേട്ടാ അങ്ങനെയൊക്കെ പറയാം. ശ്രുതി കഷ്ടപ്പെട്ട് ജോലി എടുത്ത് വരുന്നതല്ലേ, അവന് നല്ല ക്ഷീണം കാണൂലേ, അവൻ റൂമിൽ കിടക്കട്ടെ. ഇവൾക്ക് ഇപ്പോൾ റൂമിൽ കിടക്കണമെന്ന് എന്താ ഇത്ര ആഗ്രഹം? അവൾ റൂമിൽ നിന്നല്ലല്ലോ കിടന്ന് പഠിച്ചിരിക്കുന്നത്. നിങ്ങൾ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. രേവതി എവിടെ കിടക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞങ്ങളാണ് എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും തുടങ്ങി. അപ്പോൾ വർഷയും പറയണം, ദൈവമേ, എന്തിനാണ് ഇങ്ങനെ ഒരു റൂമിൻ്റെ പേരിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അങ്ങനെ റൂമിൻ്റെ പേരിലൊന്നും പ്രശ്നം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ, എന്തിനാ അങ്ങനെയൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും പറയാണ്, വർഷേ, നീ അങ്ങനെ സംസാരിക്കും. ഇനിയേ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഊഴമാണല്ലോ. അപ്പോൾ ഈ രേവതിയും സച്ചിയും നിങ്ങളുടെ റൂമിലാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെ ഹാളിലും ടെറസിലൊക്കെ പോയി കിടക്കും? അതൊന്നും അറിയണമല്ലോ. അപ്പോഴത്തെ ബുദ്ധിമുട്ടേ നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. നിങ്ങളത് അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷ, ഇതൊക്കെ വെറും സില്ലേ. ഞങ്ങളുടെ ഊഴം വരുമ്പോഴല്ലേ, ഞങ്ങളുടെ ഊഴം വരുമ്പോൾ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകും എന്ന് വർഷ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോകും. അപ്പോൾ ശ്രീകാന്ത്, എന്താ വർഷേ, നീ എന്താ പറഞ്ഞത്? നിന്റെ വീട്ടിലേക്ക് പോകുമെന്നോ? അതെ, എനിക്കേതായാലും AC ഇല്ലാതെ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ? നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകും ശ്രീകാന്തേ, അതിനിപ്പോൾ എന്താ പ്രശ്നം? അപ്പോൾ നമ്മുടെ ചന്ദ്ര ചോദിക്കാണ്, വർഷയെ മോളെ, നീ എന്തൊക്കെയാ പറയാൻ? നീ നിൻ്റെ വീട്ടിലേക്ക് പോകുന്നു? ആൻറ്റി ഇപ്പോഴത്തെ കാര്യമല്ല ആൻറ്റി പറഞ്ഞത്. ഈ കിടക്കുന്ന സമയമാവുമല്ലോ, അടുത്ത ആഴ്ച സച്ചിയും രേവതിയൊക്കെ ഞങ്ങളുടെ റൂമിൽ കിടക്കൂലേ, ആ സമയത്ത് നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നും അല്ല എന്നിങ്ങനെ പറയാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അപ്പോൾ ശ്രുതിക്കും ഇതിന് ശരിക്കും അങ്ങനെ കാര്യങ്ങളെല്ലാം അങ്ങനെയെല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയണ, കണ്ടോ രവിയേട്ടാ, ഇവർ പറയുന്നത് കേട്ടില്ല രവിയേട്ടാ, അവരെന്തെങ്കിലും പറയട്ടെ. ഇത് കണ്ടോ, ഇവൻ കാരണം ഇപ്പം എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് എന്ന് ചന്ദ്ര വീണ്ടും കുറ്റപ്പെടുത്തി തന്നെ സംസാരിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ
നമ്മുടെ സച്ചിയോട് പറയാ, ആരെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഏതായാലും ഈ റൂമിൽ കിടക്കുമെന്ന് പറഞ്ഞാൽ റൂമിൽ കിടന്നിരിക്കും. അതിൽ ഒരു ഇതുമില്ല. അവൾക്കേ സുഖമില്ലാത്തതാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി പറയാണ്, സച്ചി നിർത്ത് നിന്റെ വാശികള. അച്ഛാ എങ്ങനെയാ അച്ഛാ? പാവല്ലേ അച്ഛാ രേവതി. രേവതിക്ക് ഇത്രയും സുഖമില്ലാതിരിക്കല്ലേ അച്ഛാ? ആ രേവതിയെ എങ്ങനെയാണ് അച്ഛാ പുറത്ത് കിടത്തുന്നത്? അച്ഛനൊന്ന് ആലോചിച്ച് നോക്ക്. എടാ ഞാൻ പറയടാ, എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് ഞാൻ പറഞ്ഞു തരാം. ഏതായാലും സുധി, നീ എൻ്റെ ഒപ്പം വന്ന് കിടക്ക്, അതാണ് നല്ലത്. പിന്നെ ചന്ദ്രയും രേവതിയും കിടക്കണം കൂടെ. ഞാൻ ഇവളോടൊപ്പം കിടക്കാനോ? അപ്പോൾ രവിയേട്ടനോടൊപ്പം? അതല്ലേ പറഞ്ഞത്. ഞാനും സുധിയും കൂടി എൻ്റെ റൂമിൽ കിടക്കും. അതാണ് നടക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ നേരെ ഇവരുടെ റൂമിൽ കിടന്നോളാം, അതാണ് വേണ്ടത്. രവിയേട്ടാ അതൊക്കെ എങ്ങനെയാണ് രവിയേട്ട സാധ്യമാവുന്നത്? ചന്ദ്രേ, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. നിനക്ക് ഒരു സ്ഥലത്തും ഒതുങ്ങൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ശ്രുതി മോളെ, നീ എൻ്റെ റൂമിൽ കിടന്നാൽ മതി ശ്രുതി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ, അയ്യോ അമ്മേ, അതെങ്ങനെയാ അമ്മേ ശരിയാവുന്നത്? ശ്രുതി ഇല്ലാതെ ഞാൻ എങ്ങനെ ഉറങ്ങും? മിണ്ടാതിരിക്കട്ടെ അവിടെ. ശ്രുതി മോളെ, നീ എൻ്റെ ഒപ്പം വന്ന് കിടന്നാൽ മാത്രം മതി എന്നിങ്ങനെ പറയുക. അങ്ങനെ രേവതിയും ശ്രുതിയും അതേപോലെ തന്നെ ചന്ദ്രയും കൂടി ഒരു റൂമിൽ കിടക്കാനായിട്ട് തീരുമാനിച്ചു. സച്ചിയും ശ്രുതിയും അതേപോലെ തന്നെ രവിയും ഒരു റൂമിൽ കിടക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴേക്കും രേവതിയാണെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്നെല്ലാം ഒഴിവായി നേരെ ഹാളിരുന്ന് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി അങ്ങോട്ട് പറയുകയാണ്, രേവതി നിനക്ക് വല്ലാത്ത സങ്കടമല്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്? നിനക്ക് ഈ വീട്ടിൽ സമാധാനം കിട്ടുന്നില്ലല്ലേ? ഈ നരകത്തിൽ നിന്ന് നിനക്ക് പോകാനായിട്ട് തോന്നുന്നില്ല രേവതി? എന്താ സച്ചിയേട്ടേ പറയുന്നത്? ഇതെനിക്ക് നരകോ? ഇതെനിക്ക് സ്വർഗം തന്നെയാണ് സച്ചിയേട്ടാ. ഞാൻ ഒരിക്കലും ഈ വീട് നരകമായിട്ട് കണ്ടിട്ടില്ല. നമുക്ക് എല്ലാവരും വേണം സച്ചിയേട്ടാ. എല്ലാവരുടെ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയണം തന്നെയാണ് എൻ്റെ ആഗ്രഹം സച്ചിയേട്ടാ എന്നിങ്ങനെ പറയുക. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പക്ഷേ നിന്റെ അമ്മ എന്തെല്ലാമാണ് നിന്നോട് പറയുന്നത്? ഇതെല്ലാം കേട്ട് സഹിച്ച് എങ്ങനെ നിൽക്കുന്നു? സച്ചിയേട്ടൻ ഇവിടുന്ന് പോകാനായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് പോകാനായിട്ട് തോന്നുന്നില്ല. എന്നെ അല്ലല്ലോ പറയുന്നത്, നിന്നെയല്ല രേവതി പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കിടന്ന് സംസാരിക്കുന്നത് എന്നിങ്ങനെ പറയാം. അതൊന്നും സാരമില്ല. പക്ഷേ എൻ്റെ സ്വർഗം സച്ചിയേട്ടനല്ലേ? ആ സച്ചിയേട്ടന് എവിടെയുള്ളത്? ഈ വീട്ടിലല്ലേ? അപ്പോൾ പിന്നെ എനിക്ക് ഈ സ്വർഗത്തിൽ നിൽക്കാനല്ലേ സച്ചിയേട്ടൻ ഇഷ്ടം. സച്ചിയേട്ടനുള്ളപ്പോൾ എനിക്ക് ഒരു സങ്കടമോ വിഷമോ ഒന്നുമില്ല. പിന്നെ അമ്മ എന്ത് വേണമെങ്കിലും പറയട്ടെ, അത് ഈ ചെവി കൂടി കേട്ട് ഈ ചെവി കൂടി കളയാ. അത്രയും മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ സച്ചിയേട്ടാ. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ ചില കാര്യങ്ങൾ അമ്മ പറയുമ്പോൾ സങ്കടമാവാറുണ്ട്. അതൊക്കെ ഞാൻ കാര്യമാക്കുന്നില്ല. എപ്പോഴും എനിക്ക് സച്ചിയേട്ടൻ്റെ മുഖം മാത്രമാണ് മനസ്സിലുള്ളത്. ആ ദേഷ്യവും സങ്കടവും ഒക്കെ അപ്പം തന്നെ മാറുകയും ചെയ്യും. രേവതി, ഇതുകൊണ്ടായിരിക്കുമല്ലേ എല്ലാ ഭാര്യയും ഭർത്താക്കന്മാരും വേറെ വീട് വെച്ച് താമസിക്കുന്നത് അല്ലേ രേവതി എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ വീട്ടിൽ നമുക്ക് എല്ലാവരും വേണം. നമ്മൾ രണ്ടുപേരും തനിച്ചായിട്ടുള്ള ജീവിതം അത് ഒരു ശാശ്വതമല്ല സച്ചിയേട്ടാ. നമുക്ക് എല്ലാവരും വേണം. എന്തൊക്കെ വന്നാലും ഞാൻ സഹിച്ച് നിന്നോളാം എന്നൊക്കെ പറയുക. അപ്പോഴാണ് രവി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ രവി അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെന്താ കിടന്ന് ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല, രേവതിയുടെ കാര്യം ആലോചിച്ചിട്ടാ അച്ഛൻ പറഞ്ഞു ഒരു തീരുമാനം. ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ രേവതിക്ക് റൂമിൽ കിടക്കാലോ. അപ്പോൾ രേവതിയെ റൂമിൽ കിടത്താൻ വേണ്ടിയാണ് അച്ഛൻ ഇങ്ങനൊരു ഐഡിയ പറഞ്ഞല്ലേ? അതെ, അതിനു വേണ്ടി തന്നെയാണ്. പക്ഷേ അച്ഛൻ ഒരു കാര്യം ആലോചിച്ചില്ല അച്ഛാ. രേവതിയെ ഇപ്പോൾ വീണ്ടും വലിയൊരു കുറ്റവാളിയുടെ മുന്നിലേക്ക് ജയിലിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്താണ് സച്ചി, നീ എന്താ പറയുന്നത്? അതെ, അല്ലെങ്കിൽ രേവതിയെ പുറകെ നടന്നുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്നതാണ് അമ്മ. അമ്മ ഉറങ്ങാൻ നേരത്താണ് രേവതി കുറച്ചെങ്കിലും മനസ്സമാധാനത്തോടെ ഇരിക്കുന്നത്. ഇപ്പതേ രേവതിയെ അമ്മയുടെ റൂമിലേക്ക് തന്നെ കിടന്നുറങ്ങാനായിട്ട് വിടുന്നു. ഇനി അവൾക്ക് സമാധാനം ഉണ്ടാകുമോ? എടാ സച്ചി, ഞാൻ ആ കാര്യമൊന്നും ആലോചിച്ചില്ലടാ. ഞാൻ ഇവൾക്ക് സുഖമില്ലാത്ത കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ. സന്തോഷത്തോടെ കിടന്നുറങ്ങണം, അത്രയും മാത്രം ചിന്തിച്ചുള്ളൂ. മോളെ, എല്ലാത്തിനും ഒരു വഴി ഉണ്ടാകും മോളെ. ആ സാരമില്ല അച്ഛാ, ഞാൻ എല്ലാം സഹിച്ചോളാം. ഏതായാലും അച്ഛാ, വന്നപ്പോൾ ഒരു പഞ്ഞിയും കൂടി മേടിച്ചുകൊണ്ട് വരായിരുന്നു. പഞ്ഞിയോ? എന്തിനാ സച്ചിയേട്ടാ പഞ്ഞി എന്ന് രേവതി ചോദിക്കുക. പഞ്ഞി ചെവിയിൽ വെക്കാൻ. കാരണം അമ്മ പറയുന്നൊന്നും കേൾക്കണ്ടല്ലോ നിനക്ക്. അതിനു വേണ്ടിയാ ചെവിയിൽ വെക്കാൻ കുറച്ച് പഞ്ഞി മേടിച്ചുകൊണ്ട് വരാമെന്ന് ഞാൻ പറഞ്ഞത്.
എടാ സച്ചി വിട്ടേര്, ഇനിയിപ്പോൾ ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ മോളെ, നാളെ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഈ കുടുംബത്തിലൊരു പ്രശ്നം വേണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സാരില്ല അച്ഛാ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളാം എന്നും പറയുക. അങ്ങനെ രേവതി നേരെ ചന്ദ്ര കിടക്കുന്ന റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ചന്ദ്ര കട്ടിലിൽ ഇങ്ങനെ ദേഷ്യം കൊണ്ട് നിൽക്കുക. അപ്പോൾ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ രേവതിയുടെ കയ്യിൽ പായം തലണതൊക്കെ ഉണ്ട്. രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എവിടെ ശ്രുതി എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വരും, അവളിവിടെ വന്ന് കിടന്നോളും. അല്ലെങ്കിൽ എനിക്കറിയാം ശ്രുതി ഇവിടെ വന്ന് കിടക്കുമെന്ന്, എന്നോട് കൂടുതൽ സംസാരിക്കാനായിട്ട് നിൽക്കണ്ട എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മേ എന്തിനാ അമ്മ എന്നോട് വഴക്കിടുന്നത്? നിനക്ക് റൂമിൽ കിടക്കാതെ ഉറക്കം വരില്ലല്ലേ? നിന്റെ വീട്ടിൽ നീ എവിടെയാണ് കിടന്നിട്ടുള്ളത്? എന്നിട്ട് അവൾക്ക് എൻ്റെ ഒപ്പം കട്ടിലിൽ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. നിനക്ക് എൻ്റെ അടുത്ത് കിടക്കാനുള്ള യോഗ്യത വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് അവൾ വന്നിരിക്കുന്നു. അമ്മയോട് വഴക്കുണ്ടാക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് തീരെ സുഖമില്ല അമ്മേ. എനിക്കൊന്ന് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങണം. അത്രയും മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എനിക്ക് അമ്മയുടെ പട്ടുമെത്തയൊന്നും കിടക്കണ്ട. ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നത് തറയിൽ കിടന്നാലേ എനിക്ക് ഉറക്കം വരികയുള്ളൂ. ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ കിടക്കുക. ചന്ദ്രയാണെങ്കിൽ ആകെ കാലി പൂണ്ടൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇങ്ങനെ പിന്നീട് നമ്മുടെ സച്ചി നേരെ രവിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. ഇപ്പം സുധിയും കിടക്കുന്നുണ്ട് അവിടെ. ഇപ്പം രവി സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വാട സച്ചി വാ, നമുക്ക് മൂന്നാൾക്ക് ഇവിടെ കിടക്കാം, വാ നീ ഇവിടെ വന്ന് ബെഡിൽ വന്ന് കിടക്ക്. അപ്പോഴേക്ക് സുധി ചാടി വേണ്ടിട്ട് അച്ഛാ 3 പേരും കൂടി എങ്ങനെയാണ് അച്ഛാ ഈ ബെഡിൽ കിടക്കുന്നത്? ഉറങ്ങാൻ പറ്റുമോ തിരിങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ വേണ്ട അച്ഛാ, ഞാനിവിടെ താഴത്ത് കിടന്നോളാം, ഞാൻ പായയും തലയണയായിട്ടൊക്കെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ പായ വിരിക്കുകയാണ്. പായ വിരിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും സമാധാനമായി എന്ന് സുധിയും പറയാണ്. അച്ഛ കൂർക്കം വലിക്കോ എന്ന് സുധി ചോദിക്കുകയാണ്. അല്ല, ഞാൻ ചെറുതായിരുന്നപ്പോൾ അച്ഛൻ ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കുമായിരുന്നു. അങ്ങനെ കൂർക്കം വലിക്കുമ്പോഴേ ഞാൻ ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. അച്ഛൻ്റെ കൂർക്കം വലി സഹിക്കാൻ പറ്റാതെയാ ഞാൻ അമ്മയോടൊപ്പം പോയി കിടന്നുറങ്ങിയിരുന്നത്. അതുകൊണ്ട് അച്ഛൻ്റെ ഒപ്പം കിടന്നുറങ്ങാതിരുന്നത്. അച്ഛൻ ഇപ്പോഴും കൂർക്കം വലിക്കുമോ അച്ഛാ എന്ന് ചോദിച്ചപ്പോഴേക്കും എടാ അച്ഛൻ കൂർക്കം വലിക്കുമെന്നാ? എടാ, നിന്നെ പോലെ പാർക്കിൽ ഉറങ്ങി വരുന്ന ഒരാളല്ലായിരുന്നു അച്ഛൻ. അച്ഛനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വരുന്ന സമയമായിരുന്നു. അപ്പം ചിലപ്പോൾ കൂർക്കം വലിച്ചെന്നൊക്കെ ഇരിക്കും. അതെല്ലാം സഹിച്ചിരിക്കണം. അച്ഛാ ഇവൻ എന്താ ഇങ്ങനെ പറയുന്നത് എന്ന്. എടാ സച്ചി, നീ കിടന്ന് ഉറങ്ങാൻ നോക്കണം സച്ചി. അച്ഛാ ഞാൻ ഒരു കാര്യം പറയട്ടെ അച്ഛാ, അച്ഛൻ ചെറുതില്ലേ നല്ല കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നില്ലേ ഉറങ്ങാനായിട്ട്? ആ ഒരു കഥ പറയച്ചാ എന്ന് പറഞ്ഞപ്പോഴേക്കും എടാ എന്താടാ സച്ചി ഇത് പറ അച്ഛാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ അച്ഛാ നിങ്ങൾ രണ്ടുപേരും കൂടി പുറത്തു പോയിരുന്ന് കഥ പറ, ഞാൻ സമാധാനത്തോടെ ഉറങ്ങട്ടെ. എനിക്ക് നാളെ കട തുറക്കാനുള്ളതാണ്. ഞാൻ വലിയൊരു ബിസിനസ് മാനല്ലേ എന്നും കിടക്കപ്പായാലും അഹങ്കാരം പറയുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോഴേക്ക് സച്ചി തുടങ്ങി. എങ്കിൽ പിന്നെ ഞാനൊരു കഥ പറയാം അച്ഛാ, ഞാനൊരു കഥ പറയുന്നത് കേട്ട് അച്ഛൻ ഉറങ്ങിയാൽ മതി. എടാ അച്ഛാ അതൊന്ന് കേൾക്കണം അച്ഛാ. ശരി നീ പറ സച്ചി, ഞാൻ കഥ കേൾക്കാന്നേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ എടാ സച്ചി നീ ഒന്ന് ഉറങ്ങടാ, എടാ എനിക്ക് നാളെ കട തുറക്കാനുള്ള ആടാ, നീ എന്നോട് ഇങ്ങനെ ദ്രോഹം ചെയ്യില്ലേടാ, നീ ഒന്ന് കിടന്ന് ഉറങ്ങടാ എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എടാ ഈ കഥയിലെ ക്യാരക്ടറേ നിന്നെ പോലെയാ. എന്നെപ്പോലെയോ? എന്നെപ്പോലെയുള്ള ക്യാരക്ടറോ? അതെ, ആ ക്യാരക്ടറേ ആരാന്നറിയാമോ? കാക്ക. അയ്യോ കാക്കയോ? കാക്കയുടെ കഥ എല്ലാവർക്കും അറിയാം. നീ കിടന്ന് ഉറങ്ങാൻ നോക്കടാ എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചി അവിടെ കിടക്കുക. സച്ചി അവിടെ കുറച്ചു നേരം മിണ്ടാതെ കിടന്നു കഴിഞ്ഞപ്പോഴേക്കും ആശ്വാസമായി. അവൻ കിടന്ന് ഉറങ്ങിയെന്നാ തോന്നുന്നത്. അപ്പൊ സച്ചി എടുത്ത് വായിക്കും. എടാ സുധി, ഈ കാക്കയുടെ ക്യാരക്ടർ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ ആ കാക്ക ചെയ്യുന്നതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്ത ചില കാര്യങ്ങൾ. അച്ഛാ ഞാനൊരു കഥ പറയാ അച്ഛാ. ഒരിക്കലും ഒരിടത്തെ ഒരു അച്ചമ്മയുണ്ടായിരുന്നു. എൻ്റെ അച്ചമ്മ പോലത്തെ ഒരു അച്ചമ്മ, തങ്കം പോലത്തെ ഒരു അച്ചമ്മ, നല്ല അച്ചമ്മ. ആ അച്ചമ്മയ്ക്ക് കച്ചവടം എന്താണെന്നറിയാമോ? നെയ്യപ്പ കച്ചവടമായിരുന്നു. ഒരു നെയ്യപ്പത്തിന് 50,000 രൂപയാ വില. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ അച്ഛാ ഇവൻ പറയുന്ന കഥ കേട്ടില്ലേ? ഒരു നെയ്യപ്പത്തിന് 50,000 രൂപ വിലയെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അച്ഛാ? അതേടാ 50,000 രൂപ തന്നെയാണ് ആ നെയ്യപ്പത്തിന്റെ വില. ആ അച്ചമ്മയ്ക്ക് 2 പേരക്കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാം തങ്കം പോലെയാണ് വളർത്തിയത്. ഒരു ദിവസമേ ഒരു കാക്ക വന്ന് ഈ അച്ചമ്മയുടെ കയ്യിൽ നിന്നും
50,000 രൂപ തട്ടിക്കൊണ്ടുപോയി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധി ഇങ്ങനെ ഞെട്ടി എണീക്കുക. സുധിക്ക് മനസ്സിലായി സുധിയെക്കുറിച്ച് തന്നെയാണ് ഈ കഥ പറയുന്നതെന്ന്. 50,000 രൂപ തട്ടിക്കൊണ്ടുപോയി. ആ കാക്കയുടെ കയ്യിൽ നെയ്യപ്പം തട്ടിക്കൊണ്ടുപോയി. 50,000 രൂപയുടെ നെയ്യപ്പം തട്ടിക്കൊണ്ടുപോയി എന്ന് പറയണം. ആ നെയ്യപ്പം കിട്ടാൻ വേണ്ടി ഒരു കിളി വന്ന് ഈ കാക്കയെ മയക്കുകയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ചോദിച്ചു കാക്കയുടെ വായിൽ നിന്നും ആ ഒരു നെയ്യപ്പം 50,000 രൂപയുടെ നെയ്യപ്പം താഴെ വീണു. ഈ കിളി അത് കൊത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധേ ഇത് കണ്ടോ അച്ഛാ, ഇവൻ എന്തൊക്കെയാ പറയുന്നത് നോക്കച്ചാ, ഇവൻ ഇപ്പം ഈ കഥ പറയേണ്ട വല്ല കാര്യമുണ്ട് അച്ഛാ. എടാ സച്ചി, നീ ഒന്നും മിണ്ടാതിരിക്കടാ, നീ എന്തിനാടാ ഇപ്പം ഈ കഥ പറയുന്നത്? ഈ കഥ പറയണമല്ലോ അച്ഛാ, ഇടയ്ക്കിടയ്ക്ക് ഈ കഥ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണച്ചാ എന്ന് പറയുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.